ഏറ്റവും മഹത്വമുള്ള ഒന്നാമത്തെ മസ്ജിദ് മക്കയിലെ മസ്ജിദുൽ ഹറാം. അന്ന് തൊട്ട് ഇന്ന് വരെ സ്ത്രീകൾ അവിടെ ജുമാ ജമാഅത്തുകൾക്ക് പങ്കെടുത്തു വരുന്നു. ആർക്കാണ് അറിയാത്തത്? മദീനയിലെ മസ്ജിദുൻ നബവിയാണ്. അവിടെയും 5 നേരവും സ്ത്രീകൾ ജുമാഅക്ക് വരുന്നു, ജമാഅത്തിന് വെള്ളിയാഴ്ച പങ്കെടുക്കുന്നു. അതേപോലെ തന്നെ മസ്ജിദുൽ അഖ്സ, 3ാമത്തെ സ്ഥാനം അതിനാണ്. അവിടെയും സ്ത്രീകൾ ജുമാഅക്കും ജമാഅത്തിനും പുരുഷന്മാരോടൊപ്പം പങ്കെടുക്കുന്നു. എങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ചില പുരോഹിതന്മാരുടെ തിട്ടൂരങ്ങൾ, അവരിറക്കിയ ചില ഹറാം ഫത്വകൾ, അവർ ഈ ചരിത്രത്തെ പോലും കണ്ടില്ലെന്ന് നടിച്ചവരാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ കേരളത്തിൽ സ്വയം ഉത്തരേന്ത്യയിലെ ചില ശീഴി ബറേൽവികൾ ചാർത്തിക്കൊടുത്ത ഗ്രാൻഡ് മുഫ്തി പട്ടവുമായി നടക്കുന്ന ഒരു മുസ്ലിയാരുണ്ടല്ലോ, കാന്തപുരം മുസ്ലിയാർ. അയാൾ എന്താണ്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അയാൾ പൊട്ടിച്ച ഒരു ഗ്രാൻഡ് നുണയുണ്ട്. അത് അവരുടേതായ സിറാജ് ദിനപത്രത്തിൽ വന്നതുമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ലോകത്ത് മുഴുവനും മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ വരേണ്ടതില്ലെന്ന് ഏകകണ്ഠമായി പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏതാനും ചില ഈ മുജാഹിദ് ജമാഅത്ത് ലോബികൾ ഒഴിച്ച് ലോകത്ത് എവിടെയും ഇവരുടേതായ ഈ വാദം ഇല്ല എന്നതാണ് സത്യം. 1950 വരെ കേരളത്തിൽ എന്നല്ല, 1950 വരെ ലോകത്ത് ഒരിടത്തും സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രമില്ല. 50-ലാണ് ഇങ്ങനെ ഒരാശയം ഇറക്കുമതി ചെയ്തത് എന്ന് കാന്തപുരം പ്രസ്താവന കൊടുക്കുകയാണ് തന്റെ പത്രത്തിൽ. കേരളത്തിൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു പിടിച്ചു നിൽക്കാമായിരുന്നു. ലോകത്ത് എന്നാ പറയുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന അവിടുത്തെ ജീവിതകാല ചരിത്രങ്ങളെ ഒക്കെ മുഴുവൻ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ലോകത്ത് ഇന്ന് വരെ ഒരു പള്ളിയിലും സ്ത്രീകൾ പോയ ചരിത്രമില്ല. 1950 വരെ 50-ലാണ് ഇങ്ങനെ ഒരു ആശയം ഇറക്കുമതി ചെയ്തത് എന്നാ പറഞ്ഞത്. എത്ര കാലം ശക്തമായി നമ്മൾ അവരോട് ചോദിച്ചു, വെല്ലുവിളി സ്വരത്തിൽ അവരോട് ചോദിച്ചില്ലേ? ഇന്നും അവർക്ക് ഈ ഒരു ഉദ്ധരണിക്ക് മറുപടി പറയുവാൻ സാധിച്ചിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമ സാധിക്കുകയുമില്ല. അങ്ങനത്തെ ഗ്രാൻഡ് കളവാണ് അയാൾ തട്ടിവിട്ടത്. മാത്രമല്ല, അദ്ദേഹം ഈ 2 സമസ്തയും ഒന്നായിരുന്ന അവിഭക്ത സമസ്തയായി നിലകൊണ്ടിരുന്ന ഒരു കാലത്ത് ഒരു പുസ്തകം എഴുതി, സ്ത്രീകളും ജുമാ ജമാഅത്തും എന്ന പുസ്തകം. ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ അതൊന്ന് നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. പൊതുസ്ഥലത്ത് വെച്ച് പരപുരുഷന്മാരോടൊപ്പം ഒരു ഇമാമിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കൽ സ്ത്രീകൾക്ക് അനുവദനീയമാണോ അല്ലയോ എന്നത് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അനുയായികളായ സുന്നികളുടെയും മുജാഹിദ് തുടങ്ങിയ പുത്തനാശയക്കാരുടെയും ഇടയിൽ ഇന്ന് ഒരു വിവാദ വിഷയമാണല്ലോ. അതാണല്ലോ ഇപ്പൊ തർക്കം. ആ വിവാദ വിഷയത്തിൽ എന്താ നിലപാട്? പ്രസ്തുത ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കൽ അനുവദനീയവും പുണ്യകർമ്മവുമാണെന്ന് പുരോഗമനവാദികൾ വാദിക്കുമ്പോൾ അത് നിഷിദ്ധമാണെന്ന് സുന്നികൾ അവകാശപ്പെടുന്നു. കേട്ടോ, അതൊരു ഉപാധിയും പറഞ്ഞിട്ടില്ല. നിരുപാധികം നിഷിദ്ധമാണ് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരു അബദ്ധം അഥവാ ഒരു നുണ ഈ പുസ്തകത്തിലും ആവർത്തിച്ചിട്ടുള്ളത്. ധാരാളക്കണക്കിന് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കീഴിൽ അവിടുത്തെ ബാക്കിൽ നിന്ന് നിസ്കരിക്കുവാൻ വേണ്ടി ധാരാളം സത്യവിശ്വാസിനികളായ സ്ത്രീകൾ പുറപ്പെട്ടു വന്നിരുന്നു എന്നുള്ളത് ഹദീസുകളിൽ വ്യക്തമാണ്. ഇരുട്ടുള്ള സമയത്ത് പോലും കുന്ന നിസാഉൽ മുഅ്മിനാതി യശ്ഹദുന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തൽ ഫജ്രി മുതലഫിആതിൻ ബിമുറൂതിഹിന്ന വയൻഖലിബന ഇലാ ബുയൂതിഹിന്ന ഹീന യഖ്ദീന അസ്സലാഹ് വലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസി. വളരെ വ്യക്തമായ അങ്ങേയറ്റം സഹിഹായ ഹദീസാണ്. എന്താണ് അതിന്റെ ആശയം എന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണം. കുന്ന നിസാഉൽ മുഅ്മിനാതി, സത്യവിശ്വാസിനികളായ സ്ത്രീകളുടെ പതിവായിരുന്നു. യശ്ഹദുന, അവർ ഹാജരാവാറുണ്ടായിരുന്നു. മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ. സ്വലാത്തൽ ഫജ്രി, ഫജ്ർ നമസ്കരിക്കാൻ. മുതലഫിആതിൻ ബിമുറൂതിഹിന്ന, അവരുടെ മൂടുപടങ്ങൾ അണിഞ്ഞുകൊണ്ട് തന്നെ. വയൻഖലിബന ഇലാ ബുയൂതിഹിന്ന, എന്നിട്ടവർ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ വലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസി, ഇരുട്ട് കാരണത്താൽ ആരാണ് ആ പോകുന്ന സ്ത്രീ എന്ന് തിരിച്ചറിയാൻ പോലും സാധ്യമാകാത്തത്ര ഇരുട്ടുള്ള നേരത്തവർ തിരിച്ചു പോകുന്നു. അപ്പൊ വരുമ്പോ എത്ര ഇരുട്ടുണ്ടാകും? നല്ല ഇരുട്ടുള്ള രാത്രികളിൽ പോലും അവർ ആരാധനയ്ക്ക് വേണ്ടി, ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി ആര് വന്നു? തെമ്മാടികൾ എന്നല്ല, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ വന്നിരുന്നു എന്ന് വ്യക്തമല്ലേ? ആ അനുവാദത്തെ പിന്നെ പാടില്ലാതെ നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം ആർക്കാണ് അധികാരമുള്ളത്? എത്ര വാക്യങ്ങളിലാണുള്ളത്? ലാ തംനഉ ഇമാ അല്ലാഹ് മസാജിദ് അല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകളെ, ദൈവദാസികളെ പള്ളികളിലേക്ക് അവർ ഇബാദത്തിന് പോകാൻ വേണ്ടി അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയരുത്. ഭർത്താക്കന്മാരോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർ പള്ളികളിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി പുറപ്പെട്ടു പോകാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം, നിങ്ങൾ അവരെ തടയരുത് എന്ന്.